ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റും. ഞാനിന്ന് നിങ്ങളെ ഭയങ്കര ശാന്തസുന്ദരമായ ഭയങ്കര അടിപൊളി ഒരു കായൽ ഭംഗിയിലോട്ടാണ്. ഇതാണ് കേരളത്തിലെ രണ്ടാമത്തെ വലുതും തിരുവനന്തപുരത്തെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ വെള്ളായണിക്കായലാണിത്. ആ കാണുന്ന ഇലകളൊക്കെ ഇല്ല, അതാണ് നമ്മൾ താമരേൻ്റെ ഇല കേട്ടോ. അത് സഹസ്രദള താമര വരെ ഇവിടെ വിരിയുന്നുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഈ ചേട്ടന്മാരൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ മീൻ പിടിക്കുകയാണ്. 46 വെറൈറ്റി ഫിഷസ് ഇവിടെ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞു കേട്ടത്. ഇതുപോലെ തന്നെ ഒരുപാട് ഈ ഒരു ഇല കണ്ടില്ലേ, താമരേൻ്റെ ഇല. ഇടയ്ക്ക് ഇങ്ങനെ താമരയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈം ഉണ്ടാവാറുണ്ട്. ഇതിലും ഇങ്ങനെ 1-2 താമരയൊക്കെ വിരിഞ്ഞ് കിടക്കുന്നുണ്ട്. നല്ല മഴ, ഞങ്ങൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നു. ഈ കായലിൽ മഴ പെയ്യുന്നതാണ് എന്ത് രസമാണെന്നറിയോ. ഇങ്ങനെ ഒരുപാട് വെറൈറ്റി, ഇതാ കുറേ കിളികൾ. ഈ കിളീൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ പറഞ്ഞു കേട്ടത് ഒരുപാട് തരം ഈ മൈഗ്രേറ്ററി ദേശാടന കിളികൾ വരുന്നുണ്ട് എന്നാണ്. അതുപോലെ തന്നെ പല വെറൈറ്റീസിലുള്ള ചിത്രശലഭങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര ചുറ്റും തെങ്ങുകളാണ്. അതേപോലെ തന്നെ നമ്മുടെ ദൂരെ വെസ്റ്റേൺ ഗട്ട്സ് മലകളാണ്. അതിന് ചുറ്റും ഇങ്ങനെ അതിൻ്റെ താഴെയായിട്ടാണ് ഈ കായൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. പുഞ്ചക്കൈ, കക്കാമുല, വവ്വാമുല എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചായത്തിലായിട്ടാണ് കായൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇരിക്കാനൊക്കെ ഗവൺമെൻറ് ഇങ്ങനെ ബെഞ്ചസൊക്കെ ഫെസിലിറ്റീസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചേട്ടൻ കാര്യമായിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ഞാൻ മീൻ കിട്ടുമെന്നൊക്കെ കുറേ നോക്കി, പക്ഷേ ചേട്ടന് കാര്യമായിട്ട് 1-2 ചെറിയ മീനിനെ മാത്രമേ കിട്ടിയുള്ളൂ. ഇങ്ങനെ എന്താ പറയുക. അതേപോലെ തന്നെ ഈ വെള്ളായണിക്കായലിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ഒരു കായലിൻ്റെ അടുത്തായിട്ടാണ് നമ്മളെ കേരളത്തിലെ പുരാതനമായ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അത് ഏറ്റവും വലുതാണ് കേട്ടോ കേരളത്തിലെ തന്നെ. ഇവിടെ ഭയങ്കരം ഒരു ഗ്രാമീണത നിറഞ്ഞെടുക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ചീരത്തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇതിലെ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഗ്രാമീണ ഭംഗി നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ഒരുപാട് പേര് ഉപജീവന മാർഗ്ഗമാണ് ഈ ഒരു ചീരത്തോട്ടം. എന്തുകൊണ്ടും ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലം. നമ്മൾ ഇങ്ങനെ ഭംഗി കാണാൻ ഒരുപാട് വലിയ വലിയ സ്ഥലത്തേക്കൊന്നും പോകണ്ട. ഇങ്ങനെ ഒരു ചെറിയ കായലിൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര മനസ്സിന് തന്നെ ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇനിയും നല്ല നല്ല വീഡിയോസ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ പിന്നെ കാണാം. ടാറ്റാ.